റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുള്ള രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. ക്ഷണം സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും സ്വന്തം പാർട്ടിക്കാരെ ക്ഷണിക്കാത്ത പരിപാടിയിലാണ് തരൂർ പോയതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമില്ലാതിരിക്കെയാണ് തരൂരിനെ വിരുന്നിന് ക്ഷണിച്ചത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും ശശി തരൂർ പ്രതികരിച്ചു. യെസ്, ഡൽഹിയിലേക്ക് പോകാം. വിശദാംശങ്ങൾക്കായി PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മോദി പുടിൻ കൂടിക്കാഴ്ചയൊക്കെ വലിയ വാർത്തയാവുന്നതിനിടയിലാണ് കോൺഗ്രസിലും ഇത്തരത്തിൽ ചില അതൃപ്തികൾ പുകയുന്നത്. എന്തായാലും വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് പങ്കെടുത്തത് എന്ന തരൂരിന്റെ വാദം കോൺഗ്രസ് നേതാക്കൾ മുഖവിലേക്ക് എടുക്കുന്നില്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും തരൂരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അത് കോൺഗ്രസിനെ വിട്ടൊഴിയുന്നില്ല. അത് കഴിഞ്ഞ ദിവസവും റഷ്യൻ പ്രസിഡന്റ് സന്ദർശന വേളയിലും തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. പ്രധാനമായും വിദേശത്ത് നിന്നുള്ള വരുന്ന പ്രതിനിധികളെ അത് ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി നടത്തിയ അത്താഴ വിരുന്നിൽ ശശി തരൂരിന് ക്ഷണം ലഭിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിക്കും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഈ അത്താഴ വിരുന്നിലേക്ക് ക്ഷണം ഇല്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചില പ്രതികരണങ്ങളെല്ലാം ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് കോൺഗ്രസ് വക്താവായ പവൻ ഖേഡ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം വലിയ രീതിയിലുള്ള അതിർത്തിയിൽ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെയും ഇത്തരത്തിൽ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അവരെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ ചടങ്ങിൽ മറ്റൊരു കോൺഗ്രസ് നേതാവ് പങ്കെടുത്തത് എങ്ങനെയെന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ശശി തരൂർ തള്ളുകയാണ്. ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് താൻ, അതുകൊണ്ടാണ് തനിക്ക് ക്ഷണം ലഭിച്ചത്. ഇതിൽ മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതില്ല എന്നതാണ് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തരൂർ നടത്തിയ പ്രസ്താവനകളും അതുപോലെ തന്നെ മുൻപ് നടത്തിയ പല പ്രതികരണങ്ങളടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു. മോദി പ്രശംസയും അതുപോലെ തന്നെ ട്രംപിനെ അടക്കം മോദിയുമായുള്ള നിലപാടുകളെ പ്രശംസിച്ചതടക്കം വലിയ വിവാദങ്ങളായിരുന്നു. ഏതായാലും റഷ്യൻ പ്രസിഡന്റ് സന്ദർശന വേളയിലും തരൂർ എന്ന വിഷയം അത് കോൺഗ്രസിന് വലിയ തലവേദനയായി തന്നെ തുടരുകയാണ്. തരൂർ ഈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതാണ് ഏറ്റവും അവസാനമായി വിവാദമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ജിൽസി, ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിന് തലവേദന എന്ന് പറയുമ്പോൾ അതൊരു തുടർന്നുകൊണ്ടിരിക്കുന്ന തലവേദനയായതുകൊണ്ട് ഇപ്പോഴത് ശീലമായി മാറിയതുകൊണ്ടും ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്കോ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്കോ ഒന്നും കടക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും